ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങ് കടുത്തുപോയി എന്ന് തെളിയിക്കുന്ന ആ ഒരു എപ്പിസോഡുകളാണ് കേട്ടോ ഇനി ശാലിനി ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പോകുന്നത്. അങ്ങനെ കലക്ടറുടെ പദവിയും അതുപോലെ തന്നെ കലക്ടറായി എന്ന് വെച്ച് ഒരിക്കലും ഒരു പെണ്ണ് കുടുംബിനി ആവില്ല എന്ന് പറയുന്ന സത്യഭാമയുടെ ആ വാക്കിന് തിരിച്ചടി കൊടുക്കുന്ന ആ നാളുകളാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ സത്യഭാമ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ രാഘവൻ്റെ മുന്നിലോട്ട് വരണം. അപ്പോൾ കാർത്തികയും വിഷ്ണുവും രോഹിതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇങ്ങനെ വിഷ്ണു തൻ്റെ അമ്മയുടെ വാക്കില്ലേ, ഇപ്പോൾ ഏത് സമയം തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിഷ്ണു ശാലിനിയെ തിരക്കി പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം സത്യഭാമയാണെങ്കിൽ ഫോണിൽ സംസാരിക്കുന്നത്, എടാ നീ എന്താടാ വരാത്തത്, വാഷിംഗ് മെഷീൻ കേടായിട്ട് ഇന്നേക്ക് 2 ദിവസമായി, ഒത്തിരി അലക്കാനുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ഇട്ടെടുക്കാൻ ഡ്രസ്സില്ലാത്ത ആ അവസ്ഥയിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വായോ വാഷിംഗ് മെഷീൻ നേരാക്കാൻ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന രാഘവൻ പറയണേ, എന്തിനാ വാമേ മെഷീനില്ലെന്ന് കരുതി പണ്ടത്തെ കാലങ്ങളിലൊന്നും മെഷീൻ ഉപയോഗിച്ചിട്ടല്ലല്ലോ തിരുമ്പിയിരുന്നത്. ഇവിടെ എത്ര പെണ്ണുങ്ങളുണ്ട്, അവരവരുടെ ഡ്രസ്സ് അവരവരെ ഇട്ടത് അങ്ങ് അലക്കി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാവില്ലേ. അത് കേൾക്കുന്ന കാർത്തിക, ഈ മനുഷ്യനെന്താ വട്ടുണ്ടോ എന്ന ഭാവത്തിൽ കാർത്തിക ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സത്യാമ്മയാണെങ്കിലോ, ആരാ അതിനിവിടെ അലക്കാനുള്ളത്, പൊന്നിയാണെങ്കിലോ ഇന്നേക്ക് 2 ദിവസമായി ലീവായിട്ട് പൊന്നിയില്ല, പിന്നെ പൊന്നിയെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, അത്രയും ഡ്രസ്സായിട്ടുണ്ട്, ഒരു ലോറിക്കുള്ള ഡ്രസ്സ് എന്ന് പറയാമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ട് ശാലിനി അവിടെ വരികയാണ്. ഇതേ സമയം ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവന് ഇന്ന് വിളിച്ചിട്ടും അവന് ഫോൺ എടുക്കുന്നില്ല, മനഃപൂർവ്വം ഒഴിവാവുകയാണ്, വേറൊരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന ആളെയും നമ്പറില്ല എന്നൊക്കെ അങ്ങനെ സത്യാമ്മ ഇങ്ങനെ പറയാണ്. അപ്പോൾ അത് ശാലിനി കേൾക്കുമ്പോൾ ശാലിനി പിന്നീട് ഒന്നും നോക്കില്ല, ആ ഡ്രസ്സുകളെല്ലാം എടുത്ത് ശാലിനി അലക്ക് കല്ലിൻ്റെ അവിടോട്ട് പോവാണ് കേട്ടോ. പിന്നീട് ശാലിനി അതൊക്കെ സൊപ്പ് വെള്ളത്തിലിട്ട് പിന്നീട് അലക്കൽ തുടങ്ങണം കേട്ടോ. ഈ സമയം ഇതൊന്നും സത്യഭാമക്ക് അറിയില്ല. അപ്പോൾ രാഘവൻ പറയുന്നത്, ഭാമേ ഈ ഫോൺ എടുക്കുന്ന ആ സമയം മതി, നിൻ്റെ ഡ്രസ്സ് നിനക്ക് അലക്കിട, അതുപോലെ ഓരോരുത്തരുടെ ഡ്രസ്സ് കൊണ്ട് അലക്കിട്ട കാര്യം തീരാവുന്നതല്ലേ ഉള്ളൂ, ഏത് സമയത്തും പൊട്ടിയും ഇട്ട് കയ്യിലെ വള ഊരിപ്പോകുമെന്ന് കരുതി മെഷീനിലിട്ട് ചെയ്യുന്ന ഈ പരിപാടി അങ്ങ് നിർത്തിയേക്ക്. ദേ രാഘവേട്ട, അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോഴുണ്ടല്ലോ ദേഷ്യം പിടിക്കുന്നു. ഓ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലല്ലേ നിനക്ക് കുറ്റം, നീ പ്രവർത്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ എന്ന് രാഘവൻ പറയുന്നു കേട്ടോ. ഇതേ സമയം ശാലിനി ആദ്യം തിരുമ്പുന്നത് വിഷ്ണുവിൻ്റെ ഡ്രസ്സ് തന്നെ ആയിരിക്കൂട്ടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ശാലിനി അലക്കിടുക, അതിൽ വല്ലാത്തൊരു സന്തോഷം തന്നെ ശാലിനിക്ക് കിട്ടുന്നുണ്ട്. കാരണം തൻ്റെ ഭർത്താവായിരുന്നല്ലോ വിഷ്ണു, ഇപ്പോഴും അങ്ങനെ തന്നെ താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നതും അങ്ങനെ തന്നെ. അങ്ങനെ ശാലിനി ഈ ഡ്രസ്സുകൾ ഓരോന്നോരോന്നായി തിരുമ്പുമ്പോൾ അതിൽ നിന്നും ഒരു പാൻറ് കിട്ടുകയാണ് കേട്ടോ. അതിങ്ങനെ തിരുമ്പുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡിൽ, അതായത് പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗമായി എന്തോ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായി ശാലിനിക്ക് തോന്നുകയാണ്. പിന്നീട് ശാലിനി ആ പോക്കറ്റിൽ കൈയിടുമ്പോൾ അതിൽ നിന്നും താൻ പണ്ട് വിഷ്ണുവിന് കൊടുത്ത ഒരു കർച്ചീഫ് ഉണ്ടല്ലോ, തൻ്റെ കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ ആ ഒരു കർച്ചീഫ്, അതാണ് കേട്ടോ. അത് ഇന്നും വിഷ്ണു കൊണ്ട് നടക്കുന്നു എന്ന ആ സത്യം ശാലിനിക്ക് മനസ്സിലാവാണ് കേട്ടോ. അങ്ങനെ ശാലിനി പറയണേ, വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ കള്ളത്തിന് വേണ്ടിയിട്ടാണ് കാർത്തിക എന്ന പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നത്, പക്ഷേ അവളൊരു ഫ്രോഡാണെന്ന് എനിക്കും അറിയാം. പക്ഷേ വിഷ്ണുവേട്ടൻ അവളെ വിവാഹം കഴിച്ചിട്ടില്ല എന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വിഷ്ണുവേട്ടൻ എന്താണ് മറച്ചു വെക്കുന്നത്, അതെനിക്ക് കണ്ടെത്തണം. ഞാൻ ഒഴികെ വേറൊരു പെണ്ണ് വിഷ്ണുവേട്ടൻ്റെ മനസ്സിലില്ല എന്ന് എനിക്കിപ്പോൾ ഇതും കൂടി കാണുമ്പോൾ തീർച്ചയായി എന്നിങ്ങനെ ശാലിനി പറയുന്നു കേട്ടോ. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ തിരക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വിഷ്ണു ഒരു സൈഡിലോട്ട് വരുമ്പോഴാണ് ശാലിനി ഇങ്ങനെ അലക്ക് കല്ലിൽ അലക്കുന്നത് കാണുന്നത് കേട്ടോ. അത് കാണുന്ന വിഷ്ണുവിന് ഒത്തിരി സങ്കടമാവുകയാണ്. തൻ്റെ ഭാര്യ ഒരു കലക്ടർ പദവിയിൽ ഇരിക്കുന്നവളായിട്ടും അതിൻ്റെ ഒരു നെഗളിപ്പോ ഒന്നും കാണിക്കാതെ വീട്ടുജോലി ചെയ്യുന്നത് കാണുമ്പോൾ വിഷ്ണുവിന് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ. തൻ്റെ കണ്ണുകളിങ്ങനെ നിറകണ്ണുകളോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ്. തൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ വിഷ്ണുവിൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ അലയടിച്ചും കൊണ്ടിരിക്കുകയാണ്. അമ്മ പറയുന്നു, ഈ കലക്ടർ പദവിക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുടുംബിനിയാവാൻ അവൾക്ക് കഴിയില്ല, കുടുംബത്തെ കാര്യങ്ങൾ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ വരികയാണ്. ഇതേ സമയം പപ്പി ആ വഴി യാദൃശികമായി വരികയാണ്. അങ്ങനെ പപ്പി ഇത് കാണാണ്. അങ്ങനെ പപ്പിക്ക് ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അലക്ക് കല്ലിൽ അലക്കുന്നത്. അത് കാണുന്ന പപ്പി പിന്നീട് സത്യഭാമയുടെ മുന്നിലോട്ട് ഓടിച്ചെല്ലാണ്. അപ്പോൾ രോഹിതിനെ സത്യഭാമ വിളിച്ചിരിക്കുന്നത്, രോഹിത് നീ എന്തെങ്കിലും ചെയ്ത് വാഷിംഗ് മെഷീൻ നേരാക്കാനുള്ള ആളെ കൊണ്ടുപോവാ എന്നിങ്ങനെ സത്യഭാമ രോഹിത്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്താണെങ്കിൽ, അമ്മേ ഞാൻ നോക്കാം, എനിക്കാണെങ്കിലോ ഇന്നിപ്പോൾ നമ്മുടെ ഹോട്ടലിലോട്ട് പോകേണ്ട ദിവസമാണ്, അതൊക്കെ പിന്നെ ആവാം, അലക്കാനുള്ള ഡ്രസ്സ് ഒത്തിരിയാണ്, ക്ഷാമക്കാണെങ്കിലും സുഖമില്ല, പിന്നെ അതൊക്കെ ആരലക്കും എന്ന് പറയുമ്പോഴാണ് പപ്പി വന്ന് പറയുന്നത് കേട്ടോ. ദേ എൻ്റെ സത്യാമ്മേ, എൻ്റെ വിഷ്ണു അച്ഛ നമ്മുടെ
നമ്മുടെ കുഞ്ഞേച്ചി പറയുന്ന നമ്മുടെ ചേച്ചിയമ്മ ഉണ്ട്, അവിടെ ഡ്രസ്സുകൾ എല്ലാവരുടെയും അലക്കുന്നെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ ആകെ ഞെട്ടിപ്പോഴേട്ടോ. എന്താ നീ പറഞ്ഞത്? അതെ, കുഞ്ഞേച്ചി എല്ലാവരുടെയും ഡ്രസ്സ്, ചേച്ചിയമ്മ എല്ലാവരുടെയും ഡ്രസ്സ് അവിടെ അലക്കുന്നുണ്ട് എന്ന് പപ്പി പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന രാഘവൻ സത്യഭാമയെ എങ്ങനെ ഒരു പുച്ഛത്തോടു കൂടി നോക്കണം. എന്നാൽ സത്യഭാമക്കാണെങ്കിലും ശബ്ദിക്കാനാവുന്നില്ല. എന്നാൽ ഈ സമയം സത്യഭാമം ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കണം കേട്ടോ. ഇതേ സമയം രോഹിത് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. രോഹിത് മോനെ, നീ ഒന്ന് പിടിച്ച് അലക്ക് കല്ലിൻ്റെ അവിടെയോട്ട് എന്നെ ഒന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അങ്ങനെ രാഘവൻ ശാലിനി അലക്കുന്ന ആ അലക്ക് കല്ലിൻ്റെ ആ ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ രോഹിത്തും രാഘവനും കൂടി ശാലിനിയുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ. അപ്പോൾ ശാലിനി ആണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഒരു മനസ്സിന് വല്ലാത്തൊരു ആനന്ദത്തോടു കൂടി ശാലിനി ആ ഡ്രസ്സുകളെല്ലാം അലക്കിയിടാണ് കേട്ടോ. അങ്ങനെ ഒരു ലോറിക്ക് കയറ്റാനുള്ള ഡ്രസ്സ് തന്നെ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ ആ ഡ്രസ്സുകൾ കുറേശ്ശെ അലക്കി ഒരു ഭാഗത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് രാഘവൻ വരുന്നത്. മോളെ ശാലിനി, നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്താ അച്ഛാ, അച്ഛൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി ഇപ്പോൾ പോയി തുടങ്ങിയോ? അതല്ല മോളെ, അലക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഒരു കലക്ടറല്ലേ, നിൻ്റെ പദവി എന്താണെന്ന് നിനക്കറിയില്ലേ? നീ എന്താണ് ഈ ചെയ്യുന്നത്? ഈ വീട്ടിലെ തൂപ്പുപണി ചെയ്യലാണോ നിൻ്റെ ഡ്യൂട്ടി? നീ എന്താ ഈ കാണിക്കുന്നത്? അതവിടെ വെച്ച് അവിടെ പൊന്നിയോ മറ്റുള്ളവർ ആരെങ്കിലും ചെയ്തോട്ടെ, അവരവരിട്ട ഡ്രസ്സ് അവരവർക്ക് അലക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മോളെ നീ ഇത് ചെയ്തു കൊടുക്കുന്നത് നന്ദിയില്ലാത്ത കൂട്ടങ്ങൾക്ക്? അത് പറയുന്ന ശാലിനി പറയാണ്, എൻ്റെ അച്ഛ, നമ്മുടെ വീട്ടിലെ പണികൾ നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് നമ്മുടെ വീടല്ലേ, അതുകൊണ്ട് എനിക്കിതിൽ കുഴപ്പമൊന്നുമില്ല. കലക്ടർ പണി അത് എൻ്റെ വേറൊരു തൊഴിൽ, അല്ലാതെ എന്താ, ഇത് എൻ്റെ വീട്ടിലെ ജോലി എന്നൊക്കെ ശാലിനി വാക്കുകൾ കൊണ്ട് ഇങ്ങനെ രാഘവനോട് പറയുമ്പോൾ രാഘവൻ ശാലിനിയുടെ മനസ്സ് അങ്ങനെയാണെന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കണ്ട് വിഷ്ണു ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. എൻ്റെ ശാലിനി, നിനക്ക് യാതൊരു ജാടയും ഒന്നുമില്ലാത്ത നിന്നെയാണല്ലോ എൻ്റെ അമ്മ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയുന്നത്, സദാസമയം കുറ്റം പറയുന്നത് എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം വിഷ്ണു ഉമ്മറത്തോട്ട് പോവാണ്. ഇതേസമയം ശാലിനിയാണെങ്കിൽ അലക്കൽ ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴാണ് അനുപല്ലവി വരുന്നത്. അപ്പോൾ അനുപല്ലവി വരുമ്പോൾ രാഘവനോട് ചോദിക്കുകയാണ്, എവിടെ മേഡം? മേഡത്തിനെ ഒന്ന് കാണാനുണ്ട്, ഫയലുകൾ ഒത്തിരി ഒപ്പിടാനുണ്ടല്ലോ, മേഡം എവിടെ എന്ന് പറയുമ്പോൾ മേഡം പിറകുവശത്തുണ്ട് എന്ന് പറയണ്ട. അപ്പോൾ പപ്പി പറയും, ഞാൻ കാണിച്ചു തരാം എൻ്റെ ചേച്ചിയമ്മേ എന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ ഈ സമയം അനുപല്ലവി ഈ ഒരു കാഴ്ച കാണാണ്. മേഡത്തിൻ്റെ എത്ര വലിയ പദവിയിലിരിക്കുന്ന മേഡമായിട്ടും ഒരു ആളെ വെക്കാതെ സ്വന്തം വീട്ടിലെ പണി ചെയ്യുന്നവരുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, അത് അനുപല്ലവി വല്ലാതെ ഇഷ്ടപ്പെടുക കേട്ടോ. അങ്ങനെ അനുപല്ലവി മേഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എന്താ അനു, എന്താ പ്രശ്നം? അതെ, നമുക്ക് അർജൻറ്റായി 2 ഫയലിൽ ഒപ്പിടാനുണ്ട്, അത് ഒപ്പിട്ട് തന്നെങ്കിൽ ഉപകാരമായിരുന്നു. എവിടെ ഫയല്? അത് ഉമ്മറത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇത് വരുന്നു, നീ അങ്ങോട്ടേക്ക് നടന്നോ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം അനുപല്ലവി അവിടോട്ട് പോവാണ്. അപ്പോൾ സത്യഭാമയും രോഹിത്തും വിഷ്ണുവും പപ്പിയും എല്ലാവരും നിൽക്കുന്നുണ്ട്. കൂടെ കാർത്തികയും ഉണ്ടല്ലോ. സത്യഭാമയ്ക്കാണെങ്കിലും പൊളിക്കാൻ പറ്റാത്തൊരവസ്ഥയും താൻ പറഞ്ഞ വാക്കുകളെല്ലാം തനിക്ക് തന്നെ തിരിച്ചടിയായി കിട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ സത്യഭാമ നിൽക്കുമ്പോഴാണ് ശാലിനിയുടെ കയറി വരവ്. അനു, എവിടെ ഒപ്പിടാനുള്ളത്? ഇതാ മേഡം, ഈ ഒരു ഫയലിൽ ഒപ്പിടണം. ശരി. അങ്ങനെ ശാലിനി ആ ഫയലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വായിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒപ്പിടുകയാണ്. എന്നിട്ട് പറയണം, മേഡം ഈ ഒരു ഫയലും കൂടി ഒപ്പിടാനുണ്ട്, നോക്കട്ടെ എന്താണ് ആ ഫയൽ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ആ ഫയലും വായിക്കുകയാണ് കേട്ടോ. കാരണം ഈ സരോജത്തിൻ്റെ പ്രശ്നങ്ങൾ കഴിയുന്നത് കൊണ്ട് തന്നെ ഓരോ ഫയലുകളും നന്നായി ശ്രദ്ധിച്ചാണ് ശാലിനി കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ ശാലിനി ഇതൊക്കെ ചെയ്തിട്ട്, അനു ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കൂട്ടോ, അതല്ലെങ്കിൽ ഫയലുമായി ഇങ്ങോട്ടേക്ക് വന്നേക്ക്, ഞാനെന്നാൽ പോട്ടെ. ശരി മേഡം, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ശാലിനിയാണെങ്കിലും തൻ്റെ അലക്ക് തുടരുകയാണ്. അങ്ങനെ അലക്കാൻ വേണ്ടി പോവാണ്. ഈ സമയമാണ് സത്യഭാമയെ നല്ല കണക്കിന് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ ഭാമേ, നീ പണ്ട് പറഞ്ഞിരുന്നല്ലോ IAS ആയാൽ വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ ആരും തന്നെ ഉണ്ടാവില്ലെന്ന്. എന്നാൽ നിൻ്റെ മരുമകളായിരുന്നവൾ, ഇന്നല്ലാത്തവൾ, ഇന്ന് മരുമകളായി നിൽക്കുന്നവൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. IAS അല്ലെങ്കിലും വീട്ടിലെ പണിയാണെങ്കിലും നിൻ്റെ മരുമകൾക്ക് ഇപ്പോൾ ഒരു ചായ ഇടാനെങ്കിലും അറിയോ, ഒരു കോഫി ഇടാനെങ്കിലും അതിന് കഴിയുമോ എന്ന് രാഘവൻ ഇങ്ങനെ കാർത്തികയുടെ മുഖത്തടിച്ച് പറയുമ്പോൾ ഭാമക്ക് വാക്കുകളില്ല കേട്ടോ. അപ്പോൾ ഈ സമയം ഈ കിളവൻ എന്താ എനിക്കിട്ട് കൊട്ടുന്നു എന്നിങ്ങനെ അവിടെ കാർത്തിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കാർത്തികക്ക് വലിയ ദേഷ്യമാവണം, ഇവളിവിടെ വന്ന് സ്റ്റാർ ആവുമ്പോൾ എനിക്കിട്ടിട്ടാണല്ലോ കൊട്ടുന്നത്, എന്നാൽ അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്നിങ്ങനെ കാർത്തിക ചിന്തിക്കുകയാണ്. ഇതേ സമയം സത്യഭാമക്കാണെങ്കിലോ ഒന്നും പറയാനാവുന്നില്ല. നാവ്
ഇളക്കിക്കഴിഞ്ഞ് തിരിച്ചടി തനിക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന സത്യഭാമ മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കണിട്ട് ഈ സമയം തൻ്റെ അമ്മ മുട്ടുകുത്തിരിക്കുന്നെന്ന് മനസ്സിലാക്കണം വിഷ്ണു. പിന്നീട് ശാലിനി അലക്കൽ തുടങ്ങണം. അങ്ങനെ നന്നായി അലക്കി എല്ലാം ആയാലും ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ശാലിനി നടുനിവർത്താൻ അപ്പോഴാണ് ശാലിനി പോയി എന്ന ആ ഒരു കറക്റ്റ് ഇങ്ങനെ കാർത്തിക മനസ്സിലാക്കുന്നത്. പിന്നീട് കാർത്തിക എന്ത് ചെയ്യുന്നു, ആടി നീ സത്യഭാമയുടെയും വിഷ്ണുവിൻ്റെയും എല്ലാവരുടെയും ഡ്രസ്സ് അലക്കിയിട്ട് ഈ വീട്ടിൽ നീ വീണ്ടും ഇടപിടിക്കാൻ നോക്കുകയാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല. കാരണം നടക്കാത്ത കാര്യമാണ്. കാരണം എന്നെ ഇപ്പോൾ ഹർഷ നിൻ്റെ ജീവിതം നിനക്ക് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ രക്ഷപ്പെടലിന് വേണ്ടി ഞാനിപ്പോൾ ഈ വീട്ടിൽ വന്നത് കൊണ്ട് തന്നെ എൻ്റെ ഹർഷൻ എന്നെ ഒഴിവാക്കിയോ ഇല്ലയോ കല്യാണം കഴിച്ചോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ ഈ വീട്ടിൽ തന്നെ എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം, അതാണ് നല്ലത്. കാരണം മധുശ്രീ പറയുന്നത് ശരിയാണ്, ഇതുപോലെ റാണിയായി ജീവിക്കാൻ എവിടെയും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സത്യഭാമ തന്നെ നിന്നെ അടിച്ചുറക്കൂടി എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ സാരി ഉണ്ടല്ലോ അതിങ്ങനെ കത്രികയിട്ടിട്ട് കീറണം കേട്ടോ. ഇതേ സമയം ഇന്ന് സത്യഭാമ അലക്കി കൊണ്ടുവച്ച ഡ്രസ്സിൽ സത്യഭാമയുടെ സാരി കീറിക്കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് നല്ലൊരു പണി തരും എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ശാലിനി കാണാൻ മൊബൈലിൽ ഇത് വീഡിയോ എടുക്കുന്നു കേട്ടോ. അങ്ങനെ ഈ വീഡിയോ എടുക്കുന്ന കാർത്തിക ആകെ ഞെട്ടിപ്പോവാണ്. നീ എന്തടി വിചാരിച്ചിരിക്കുന്നത്, ഞാൻ ഇന്ന് ഈ പദവി നേടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും വേദനയും യാതനയും ഒക്കെ സഹിച്ചാണ് ഞാൻ ഇന്ന് ഈ പദവിയിലോട്ട് എത്തിയത്. അതുകൊണ്ട് എനിക്ക് നീ ഈ ഒരു ഫ്രോഡ് പണി ചെയ്യുമെന്ന് അറിയാം. കാരണം നീ ഒരു ഫ്രോഡാണല്ലോ, ഫ്രോഡായതുകൊണ്ടാണല്ലോ നീ ഈ ഒരു വേലയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഈ നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് സത്യഭാമക്ക് മുന്നിൽ ഞാൻ കാണിച്ചു കൊടുക്കും. നിന്നെപ്പോലെ ഒരു മരുമകളെ സത്യഭാമ കാണട്ടെ. സത്യഭാമ ഒടുക്കുന്ന സാരിയാണ് നീ വെട്ടിത്തുണ്ടമാക്കിയിരിക്കുന്നത്. അതിനർത്ഥം സത്യഭാമയെ നീ വെട്ടിത്തുണ്ടമാക്കി എന്ന അർത്ഥമല്ലേ. അത് കേൾക്കുന്ന കാർത്തിക് പറയാണ്, ദേശാലി നീ വെറുതെ വേണ്ടാത്ത ചെയ്യല്ലേ. സത്യാമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ വഴക്ക് പറയും. എന്നാൽ ഞാനൊരു പണി പറയാം, 1/2 മണിക്കൂറിനുള്ളിൽ ഇതേപോലത്തെ സാരി ഈ സാരി തന്നെ ഇവിടെ ഈ അയലിൽ വിരിച്ചിട്ടിരിക്കണം. എന്നാൽ നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സത്യഭാമക്ക് മുന്നിൽ ഈ വീഡിയോ പോകുമെന്ന് പറയാനേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, അവിടുന്ന് ഓട്ടം അങ്ങ് ആ ഇട്ട വേഷത്തിൽ തന്നെ കാർത്തിക് ഓടാണ്. കാർത്തിക് ഓടി റോട്ടിലോട്ട് ഓടണം ഈശ്വര. ഓരോ ഷോപ്പിംഗ് മാൾ കിട്ടണമെങ്കിൽ എത്ര ഓടണം ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുക. ശാലിനിയാണെങ്കിൽ പൊട്ടിച്ചിരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കാർത്തിക് ഇങ്ങനെ ഓടിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് കാണാം മധുശ്രീ ഈ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് ഇവൾ ഈ നടുറോഡിലൂടെ ഓടുന്നതെന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുകയാണ്. നീ ഒന്ന് വണ്ടി എടുക്കുക, പെട്ടെന്നൊരു ഷോപ്പിംഗ് മാളിലോട്ട് എന്നെ കൊണ്ടുപോകുമോ, എന്താ കാര്യം നീ കാര്യമൊന്നും വ്യക്തമാക്കുന്നില്ല, നീ ഈ വണ്ടി എടുക്കുമോ എന്ന് പറയാണ്. അങ്ങനെ മധുശ്രീ പെട്ടെന്ന് അവളെ കയറ്റി കൊണ്ട് പോകാനിട്ട് ഇതേ സമയം വണ്ടിയിലിരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാർത്തിക മധുശ്രീയോട് പറയണം. അപ്പോൾ ഈ സമയം അവൾ ഭയങ്കര വിഷജന്മം തന്നെയാണ്. കാരണം അവിടെ പഠിച്ച കള്ളിയാണ്. എല്ലാവരെയും അവൾ മൂക്കുകൊണ്ട് എന്ന് വരപ്പിക്കാനൊക്കെ അവൾക്ക് കഴിയും. കാരണം അവൾ എന്നെ അങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഇനി പെട്ടെന്ന് സാരിയുമായി ചെന്നേക്ക്, അല്ലെങ്കിൽ അവൾ സത്യഭാമക്ക് മുന്നിൽ നിൻ്റെ ആ ഒരു മുഖംമൂടി കാണിക്കുമെന്ന് പറയണിട്ടോ. ഇതേ സമയം സാരി വാങ്ങി ഈ 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലണം കേട്ടോ. ശാലിനിയാണെങ്കിലോ ഈ അലക്കിട്ടെടുത്ത് തന്നെ ശാലിനി നിൽക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി സാരി കിട്ടിയോ, കിട്ടി ശാലിനി, ഇതാ സാരി എന്ന് പറഞ്ഞിട്ട് കൈകളിൽ കൊടുക്കണം കേട്ടോ. ഇതേ സമയം ശാലിനി അത് കറക്റ്റ് തന്നെയെന്ന് നോക്കണേ. എന്നിട്ട് പറയണേ, ഞാൻ അലക്കിട്ടെടുത്ത് തന്നെ ഈ സാരി കൊണ്ടുപോയി വിരിച്ചേക്ക്, ആ കീറിയ സാരി എവിടേച്ചും കൊണ്ട് കളഞ്ഞേക്ക് ശാലിനി, നീ പ്ലീസ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യോ. ഇതെന്തായാലും എന്നിലിരിക്കട്ടെ, ഇപ്പോൾ ഞാൻ സത്യഭാമക്ക് കാണിക്കുന്നില്ല, എന്തായാലും അതിനൊരു തീരുമാനമാവട്ടെ, നിൻ്റെ പ്രവൃത്തി എങ്ങനെയുണ്ടെന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ശാലിനി പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡാണ്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ.